മസാല ബോണ്ട് ഇടപാടിലെ ഇ.ഡി. നോട്ടീസിനെതിരായ കിഫ്ബിയുടെ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പറയും. ഹർജിയിൽ അന്തിമ തീരുമാനമാകും വരെ നോട്ടീസ് നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് മുഖ്യമന്ത്രിക്കും കിഫ്ബിക്കും നോട്ടീസ് അയച്ചത്. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം സംസ്ഥാനത്തെ വികസന പദ്ധതികൾക്കായി ഉപയോഗിച്ചെന്നാണ് ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരായ ഹർജിയിൽ കിഫ്ബിയുടെ വാദം. പണം ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ ശരിയല്ല. ഭൂമി വാങ്ങുകയല്ല, വികസന പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നും കിഫ്ബി വാദമുയർത്തിയിട്ടുണ്ട്. ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. എന്നാൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം വികസന പദ്ധതികൾക്കായി മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് ഇ.ഡി. വാദത്തിനിടെ ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഭൂമി വാങ്ങിയത് നിയമപരമായി ശരിയല്ല. സർക്കാരിന്റെ കൈവശമുള്ള ഭൂമിയിലോ മറ്റേതെങ്കിലും ഫണ്ട് കൊണ്ട് സർക്കാരിലേക്ക് വന്ന ഭൂമിയിലോ ആയിരുന്നു മസാല ബോണ്ടിലെ പണം വിനിയോഗിക്കേണ്ടിയിരുന്നതെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപിൽ കക്ഷികൾക്ക് രേഖകൾ ഹാജരാക്കി വാദിക്കാം. അത്തരം ഘട്ടം കഴിയാതെയാണ് കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചത്. നടപടികൾ പ്രാഥമിക ഘട്ടത്തിലെന്നും ഫെമ സംബന്ധിച്ച അധികാരപരിധി ഉള്ളതുകൊണ്ടാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് അയച്ചതെന്നും ഇ.ഡി. വ്യക്തമാക്കിയിരുന്നു. കിഫ്ബിക്ക് പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക് തുടങ്ങിയവർക്കും ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് നൽകിയിരുന്നു. ജനം, കൊച്ചി.